കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യൻസിന് എല്ലാ സ്ഥലത്തും പോകാൻ വിസ ആവശ്യമുള്ളൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പം എന്താ പറയുക, കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ആ വീഡിയോക്കകത്ത് ഒറ്റൊരു കമൻറ്റ് പോലും ഇല്ല. അപ്പോൾ അതുപോലത്തെ ഒരു ടോപ്പിക്ക് ഇന്ന് സംസാരിക്കാം. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലുള്ള കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നത്. നമുക്കറിയാം, എന്താ പറയുക, പല പേരുകേട്ട നമ്മൾ ഇന്ത്യയിൽ പേരുകേട്ട പല യൂണിവേഴ്സിറ്റീസിലും എന്താ പറയുക അതായത് ഒരു ഫോറിൻ അതായത് ഇന്ത്യൻ അല്ലാത്ത ഒരു വ്യക്തിക്ക് സീറ്റ് റിസർവ് നമ്മളെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും. പക്ഷെ എന്താ പറയുക, പക്ഷെ നമ്മൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിള്ളേർ പുറത്ത് പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ പുറത്തു നിന്ന് ആരെങ്കിലും ഇന്ത്യയിലേക്ക് വരണുണ്ടോ? ഭാവിയിൽ ചിലപ്പോൾ അത് വന്നേക്കാം. പക്ഷെ അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നത്? അതിൽ ഒന്നാമത്തെ റീസൺ എന്തുകൊണ്ട് നമുക്ക് വിസ ആവശ്യം ഉണ്ട് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കകത്തുണ്ട് വിസ കിട്ടാനും ഉള്ള കാര്യങ്ങൾ ആവും. പക്ഷേ എന്താ പറയുക, എന്നാലും നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ കീപ്പ് ചെയ്താലും എന്താ പറയുക വിസ ഫ്രീ ആവണമെന്നില്ല. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാറ്റസ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അമേരിക്ക, USA, യൂറോപ്പ് പോലത്തെ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ജോലി ആവശ്യത്തിനും പഠിക്കാനും ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യും, പല ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക പോകും. അപ്പം അവരെന്തിനാണ് വരുന്നത്? ഓക്കെ, സോ അതാണ് ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ ഒന്ന് ബെറ്റർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി. അതായത് എന്താ പറയുക, നമ്മൾ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. കാരണം ഇപ്പം എന്താ പറയുക, ഇവിടെ പല രീതിയിലുള്ള സിലബസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, പക്ഷെ അതേ സമയത്ത് ബാക്കി രാജ്യങ്ങളിൽ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റി അവിടെ ഇൻഷ്യൂർഡാണ്. അതെന്താ പറയുക, അവിടെയൊക്കെ പുറത്ത് പോയിട്ടുള്ളവർക്കറിയാം. എനിക്കതിനെ കുറിച്ച് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇന്ത്യയിലുള്ള കാലം കുറച്ചുകൂടി നല്ല ക്വാളിറ്റി രീതിയിൽ അവിടെ എഡ്യൂക്കേഷൻ എന്താ പറയുക ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് എന്താ പറയുക, അതായത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലും ബാക്കി രാജ്യങ്ങൾക്കെല്ലാം എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പം ഇന്ത്യയിലും എന്താ പറയുക അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ എന്താ ഫേമസ് ആയിട്ടുള്ള, അതായത് ടോപ്പ് 100 തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ആ കുട്ടി പഠിച്ചിറങ്ങണമെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയുക ജോബ് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇനി അടുത്ത എന്താണ് ഹയർ സാലറി പൊട്ടൻഷ്യൽ. അതായത് എന്താ പറയുക, വിദേശത്ത് പോയി പഠിച്ചിട്ട് അവിടെ തന്നെ എന്താ പറയുക ആളുകൾ സെറ്റിൽഡ് ആവും, അവിടെ തന്നെ ആളുകൾ ജോലി ചെയ്യും. എന്തുകൊണ്ട്? കാരണം നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ വിലയുള്ള കറൻസി എന്ന് പറയുന്നത് ഡോളറുണ്ട്, യൂറോ ഉണ്ട്, ഈ പൗണ്ടുണ്ട്, അങ്ങനത്തെ ഉണ്ട്. സോ അപ്പോൾ എന്താ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു, നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ള നല്ലൊരു സാലറിയും കിട്ടും. ഇനി അടുത്തൊന്നാണ് ഈസി PR ആൻഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, പല രാജ്യങ്ങളും എന്താ പറയുക സ്റ്റുഡൻറ്റ് കം വർക്ക് വിസയാണ്. അതായത് ആ കുട്ടി കോളേജ് കഴിഞ്ഞ് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാം, അങ്ങനത്തെ വിസകൾ കൊടുക്കാറുണ്ട്. ചില രാജ്യങ്ങൾ എന്താ പറയുക പഠിച്ച് കഴിഞ്ഞ് ഒരു 6 മാസം കൂടി വിസയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും. എന്താ പറയുക അവിടെ ജോലി പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കാനോ ഒക്കെ. അതുപോലെ തന്നെ എന്താ പറയുക പല രാജ്യങ്ങൾക്കും എന്താ പറയുക ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുക ബാച്ചിലേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മാസ്റ്റേഴ്സ് ചെയ്യാൻ 2 വർഷം, അതിന് അവിടെ PhD ചെയ്യാൻ ഒരു 2 വർഷം, അതിന് ഒരു വർഷം പ്രോജക്റ്റിനെ പോലെ. അപ്പോൾ മൊത്തം 5. അപ്പോൾ എന്താ പറയുക പല രാജ്യങ്ങളും 5 വർഷം ആ ഒരു രാജ്യത്ത് താമസിച്ചാൽ PR കിട്ടും.
അപ്പോൾ അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് PR കിട്ടും, എന്താ പറയുക അവിടെ തന്നെ നമുക്ക് സെറ്റിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി. അടുത്ത ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇത് നമ്മുടെ ഇന്ത്യയിൽ ആവശ്യമുള്ളതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പഠിക്കാം. ആൻഡ് ഇപ്പം നമുക്ക് ഇഷ്ടം, ഇപ്പം നിങ്ങൾ BCom ആണ് പഠിക്കുന്നത്, വിദേശത്ത് പോയി പെട്ടെന്ന് BCom ആണ് പഠിക്കുന്നത്. പക്ഷേ എന്താ പറയുക പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് വേണം നിങ്ങൾക്ക് BBA എടുക്കണം. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് പോസിബിളാണ്. പക്ഷേ എന്താ പറയുക കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് വിദേശ രാജ്യങ്ങൾ അതായത് പോലെ അപ്പം നിങ്ങൾ BCom എടുത്ത് 1 മാസം കഴിഞ്ഞെങ്കിൽ BBAയിലേക്ക് മാറാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നു, പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് മാറി വേറെ സബ്ജക്റ്റിലേക്ക് സ്പെഷ്യലൈസേഷൻ എടുക്കണമെങ്കിൽ ആ സബ്ജക്റ്റിലേക്ക് സ്പെഷ്യലൈസേഷൻ എടുക്കാം, പെട്ടെന്ന് മാറാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ ഇന്ത്യയിലും പറ്റും. പക്ഷേ എന്താ പറയുക, ഇന്ത്യയിൽ ഇപ്പോഴും ആ ഒരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരേണ്ടിയിരിക്കും. ഇനി അടുത്തതാണ് ഹൈ കോമ്പറ്റീഷൻ. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലും നല്ല ലോകത്തിൽ പേര് കേട്ടിട്ടുള്ള നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ കോമ്പറ്റീഷനാണ്. അതായത് നമുക്കറിയാം, ഇപ്പം IIT ആയിക്കോട്ടെ, IMI ആയിക്കോട്ടെ, എയിംസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ് അല്ലേ. ഇവിടെയൊക്കെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. കാരണം 100 സീറ്റായിരിക്കും എഴുതുന്നത്, ലക്ഷക്കണക്കിനുള്ള പിള്ളേരായിരിക്കും. അതോടൊപ്പം തന്നെ അപ്പം അവിടെ ഹൈ കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക കോമ്പറ്റീഷൻ പിന്നെ എന്താ പറയുക സീറ്റ് ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വന്ന പിള്ളേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. കുറേ പേര് മെറിറ്റിലാണ് വാങ്ങിക്കാൻ നോക്കുന്നത് അല്ലേ. പിന്നെ അടുത്തെന്താണ് ബെറ്റർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. അതായത് എന്താ പറയുക നമ്മൾ ഇന്ത്യ വിട്ട് വേറെ രാജ്യത്തേക്ക് പോയി പഠിച്ചാൽ നമുക്ക് അവിടെ റിസർച്ചും ചെയ്ത് അവിടെ തന്നെ നമുക്ക് പുതിയ ഇന്നോവേഷനും ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും എന്താ പറയുക ബൈഹാർട്ട്, അതായത് എന്താ പറയുക ഉള്ള സിലബസ് കാണാതെ പഠിച്ച് എക്സാം പാസ്സാവുക, നല്ല രീതിയിൽ പ്രോജക്ട്സ് ഒന്നും അധികം ചെയ്യാറില്ല. പക്ഷേ ബാക്കി രാജ്യങ്ങൾക്കെല്ലാം അവർ റിസർച്ചും ഇന്നോവേഷനും നടത്തിയാണ് അവിടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കറൻസി ആൻഡ് ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജാണ്. അതായത് നിങ്ങളിപ്പോൾ വിദേശ രാജ്യത്ത് പോയി പഠിച്ചു, അവിടെ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി, നല്ല സാലറിയും കിട്ടണം. നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് ഡോളറിലോ യൂറോയിലോ അതോ പൗണ്ടിലോ ആയിരിക്കും. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ 3 കറൻസിക്കാണ് നമ്മുടെ ലോകത്തിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ കൺവേർട്ടബിൾ വാല്യൂ ഉള്ളത്. അതായത് ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുമ്പോൾ നിങ്ങളെ INR പൗണ്ടിലേക്കോ യൂറോയിലേക്കോ ഡോളറിലേക്കോ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് നഷ്ടം വന്നിരിക്കും അല്ലേ. കുറച്ചപ്പോൾ നമ്മൾ വില കൂടുകയാണെങ്കിൽ കുറച്ച് നഷ്ടം വരും. പക്ഷേ അതേ സമയത്ത് നല്ല പഠിച്ച് ജോലി വെച്ച് നല്ലൊരു സാലറി കിട്ടിയാൽ ആ INR ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് INRയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല രീതി കിട്ടും. അപ്പോൾ അതൊപ്പം തന്നെ എന്തൊരു ഗ്ലോബൽ ആക്സസ് ആണ്. എന്താ പറയുക പല സ്ഥലത്തും ഇപ്പോഴും ഡോളർ എടുക്കാറുണ്ട്. ഡോളറിന് ഇപ്പോഴും ഡോളർ യൂറോ പൗണ്ടിനാണ് ഇപ്പോഴും നമ്മുടെ ഈ ലോകത്ത് നല്ല രീതിയിലുള്ള കറൻസി വാല്യൂ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കറൻസിക്ക് എന്താ പറയുക നല്ല രീതിയിലുള്ള വാല്യൂ ഉണ്ട്. അങ്ങനെ എന്താ പറയുക നമ്മുടെ കറൻസി നല്ല രീതിയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി അടുത്തത് ഡിസ്അഡ്വാൻറ്റേജാണ്. അതായത് ഏതൊരു കാര്യം എടുത്താലും അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ. ഇനി അവിടെ ഉള്ള ഡിസ്അഡ്വാൻറ്റേജ് ഒന്നെന്ന് പറയുന്നത് എന്താ പറയുക നല്ല രീതിയിൽ കാശാണ് അല്ലേ. പല ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പോകാറുണ്ട്. അവിടെ പോയിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ അടയ്ക്കാം. കാരണം എന്താ പറയുക എടുത്ത് പോകുന്നവരും ഉണ്ട്, എന്താ പറയുക അവിടെ പോയിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ അടയ്ക്കുന്നവരും ഉണ്ട്, അടയ്ക്കാത്തവരും ഉണ്ട്. ഓക്കെ. അടുത്തെന്താണ് ഹോം സിക്നെസ് ആണ്. മറ്റേ നമ്മുടെ ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ നിങ്ങളുടെ രാജ്യത്താണ് പെട്ടെന്ന് എവിടെയെങ്കിലും എമർജൻസി വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക ഫ്ലൈറ്റ് പിടിച്ചായാലും അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ചാലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ എത്താൻ പറ്റും. പക്ഷേ അത് നിങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യ വിട്ട് വേറെ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹോം സിക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം എന്താ പറയുക പല രാജ്യങ്ങൾക്കും വിസ ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിന് വിസ എടുത്തുകൊണ്ട് വരാം. വിസയും ടിക്കറ്റും ബുക്ക് ചെയ്ത് നേരെ ഇങ്ങ് വരാൻ പറ്റും. പക്ഷേ എന്താ പറയുക
പെട്ടെന്ന് വിസ കിട്ടാത്ത, അതായത് വിസയ്ക്ക് കുറച്ചും കൂടി പ്രൊസീജിയേഴ്സ് ഉള്ള വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു റീസൺ, ആ ഒരു കാരണമുണ്ട്. അപ്പം അങ്ങനെ ഹോം സിക്നെസ് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ എന്തോ, അതായത് വീട് വിട്ട് നിൽക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം എന്താ പറയുക, ഒരു പല രാജ്യങ്ങൾ സ്റ്റുഡൻറ്റ് വിസ നമുക്ക് എന്താ പറയുക, പല രാജ്യത്തേക്ക് പോയാൽ നമുക്ക് വിസ എടുക്കേണ്ടി വരും. കാരണം അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് വിസ എടുക്കണം. അപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ കോളേജ് ഫുള്ളി സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മുടെ സ്വന്തം ചിലവിൽ പോവുകയാണ്, വിസയ്ക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ വിസയ്ക്ക് പോകുന്ന ഓഫീസേഴ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ വിസ റിജക്റ്റ് ആയാൽ പിന്നെ എല്ലാം പോയില്ല. കാരണം വിസ ഇല്ലാതെ നമുക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ ജോബ് കോമ്പറ്റീഷൻ. അതായത് നിങ്ങളൊരു വിദേശ രാജ്യത്ത് പോയി പഠിച്ച് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് അഡ്വാൻറ്റേജ് പറയും. പക്ഷേ നിങ്ങളെ പോലെ തന്നെ അവിടുത്തെ ആളുകളും, അല്ലെങ്കിൽ എന്താണ്, നിങ്ങളെപ്പോലെ തന്നെ വേറെ രാജ്യത്ത് നിന്ന്, ഇന്ത്യ അല്ലാണ്ട് വേറെ രാജ്യത്ത് നിന്ന് വന്ന ആളുകളും എല്ലാവരും കൂടി ഈ സെയിം കോഴ്സ് പഠിച്ച് ഇറങ്ങാൻ പോകുന്നത് ഒരു കോമ്പറ്റീഷനുള്ള മാർക്കറ്റിലാണ്. സോ അവിടെ എന്താ പറയുക, പല രാജ്യങ്ങളും അവിടെ മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടുത്തെ സിറ്റിസൺസിനായിരിക്കും. ആൻഡ് അടുത്തൊരു പോയിൻ്റ് എന്താണ് ഡിസ്ക്രിമിനേഷൻ. അതായത് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഡിസ്ക്രിമിനേഷനാണ്. പല രാജ്യങ്ങളും ഇപ്പം എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻസിന് സ്റ്റുഡൻറ്റ് വിസയൊന്നും അത്ര പെട്ടെന്ന് കൊടുക്കാറില്ല. കാരണം എന്താണെന്നൊക്കെ അറിയാലോ. കാരണം അപ്പം ഇങ്ങനത്തെ പല റീസൺസും ഉണ്ട്. സോ അഡ്വാൻറ്റേജസ് നോക്കുന്നു, അതേ സമയത്ത് തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.